ഇപ്പം പ്രശ്നം കാണുന്നത് ഇന്നലെ പല തിയേറ്ററിലും സിനിമയും പല ആളുകളും തിയേറ്ററിൽ പോയിട്ട് വരുത്തിച്ചു. അപ്പോൾ അവർ പറയുന്ന ന്യായങ്ങൾ എൻ്റെ ഒരു അറിവിൽ 22 പേര് പോയ ഒരു തിയേറ്ററാണ് മലപ്പുറത്ത്. പക്ഷെ അവർ പറഞ്ഞു 35 പേര് വേണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സിനിമകൾക്ക് ഒരു ബ്രീത്തിങ് ടൈം പോലും കൊടുക്കാറ്? അല്ല, അത് ആ ചോദ്യം ഞാൻ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. കാരണം ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 5 മിനിറ്റേ ആയുള്ളൂ, കാണാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊന്ന് ചിരിക്കട്ടെ, അതൊന്ന് ചിരിച്ച് നടന്നു തുടങ്ങട്ടെ. അപ്പൊ അതാണ് ഞാൻ തിയേറ്ററുകാരോട് സംസാരിക്കുന്നത്. 20 സിനിമ ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഞാൻ അത്യാവശ്യം ജഡ്ജ്മെന്റ് ഉള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നു. ആ ജഡ്ജ്മെന്റിൽ ഞാൻ പറയുന്നു ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ്. കാരണം ഒരുപാട് സിനിമകൾ കണ്ടിട്ട് വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഞാനൊരു മോശം സിനിമ കണ്ടെങ്കിൽ ഞാനത് ക്യാൻ ചെയ്ത് കളയുള്ളൂ. ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഇതിനെല്ലാം ഓരോ പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്. ഞാൻ അതിൻ്റെ പറയുന്നതാണ്, ഈ സിനിമ ഇതിന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞ വിമനാണ്, വിമൻ. അപ്പൊ അവർക്ക് എത്താനൊരു സമയം വേണം. എല്ലാം റിവ്യൂവേഴ്സ്, എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്ര വിമൻ റിവ്യൂവേഴ്സ് ഉണ്ടെന്ന്. ഇന്നലെ വിമൻ ഞാൻ പറയുന്ന ആർട്ട്കോർ സിനിമ റിവ്യൂവിംഗ് ഒരു ജോലിയാക്കി അല്ലെങ്കിൽ തൊഴിലായി സ്വീകരിക്കുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പല ഗ്രൂപ്പുകളിലും ഉണ്ടാവാം, പക്ഷെ പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ റിവ്യൂസിന് റീച്ച് കുറവാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന റിവ്യൂസ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എല്ലാം 100% പോസിറ്റീവാണ്. അപ്പൊ ഇത് സ്ത്രീകൾ വന്ന് കാണാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ക്ഷമ അത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അത് തിയേറ്ററുകാര് സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനിച്ചു വീണതേ ഉള്ളൂ. ഒരു സിനിമ ഇറങ്ങി 2 or 3 ഷോ കഴിയുമ്പോൾ ഷോയുടെ ടൈം മാറ്റുകയാണ്. മൾട്ടിപ്ലക്സിന്റെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൈം മാറ്റുന്നു. അതൊക്കെ മുമ്പുണ്ടായിരുന്നില്ല. നമുക്കൊരു ടൈം തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈമിൽ റൺ ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കുമായിരുന്നു. ഇന്ന് ദ ഓപ്ഷൻസ് ആർ പ്ലെന്റി. അത് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകളുടെ ഒരു കടന്നുകയറ്റം മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു. കാരണം അത്രയും പ്രഷർ വൻകിട ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർക്കുണ്ട്. ഇത് അവിടെ പ്രൈം ടൈമിൽ കളിക്കണം അല്ലെങ്കിൽ മാറ്റി കളിക്കണം. അപ്പം അവര് തിയേറ്ററുകാരും ആ പ്രഷറിന് സർക്കമെന്റൈൻ ചെയ്തതായിട്ട് വരുന്നു. അപ്പൊ അവരത് കുറ്റം പറയുകയാണെങ്കിൽ ആരെ കുറ്റം പറയണമെന്ന് അറിയില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് ദോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അല്ല, ഇതിപ്പോ എങ്ങനെ തരണം ചെയ്യും? കാരണം ഈ സിനിമ കാണാൻ കഴിയുന്നില്ല ആളുകൾക്ക്, സിനിമ തിയേറ്ററുകളില്ല. ഇപ്പോ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിലിട്ടു, നമ്മള് തിയേറ്ററുകളിലേക്ക് പോകുമ്പോൾ തന്നെ അവര് പറയുന്നത് 5 അന്യഭാഷാ സിനിമകളുണ്ടെന്നാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം ഇന്നലെ റിലീസ് ചെയ്ത 5 അന്യഭാഷാ സിനിമകൾ? അതിൽ മാക്സിമം 2 പേര് അല്ലെങ്കിൽ 3 പേര് പറയാൻ പറ്റും. മറ്റ് 2 പടങ്ങൾ ആർക്കും അറിയത്ത് പോലുമില്ല. അപ്പൊ ഈ മലയാള സിനിമ ഈ തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഒരു ഡംപിങ് യാർഡായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് തിയേറ്ററുകാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് വൻകിട പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ ഈ കൊടുക്കുന്ന ബാനറുകളാണ് ഈ ആരും കേൾക്കാത്ത സിനിമകൾ എടുത്തുകൊണ്ട് വരുന്നു. അപ്പൊ അവർ പറയുന്നു ഇത് തന്നാൽ മാത്രമേ തരുള്ളൂ. അപ്പൊ അവർക്ക് ഷോ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പ്രഷർ വരും. ഇതെന്താ കേരളത്തിലെ ടൈമിങ്ങിനെ. അപ്പൊ അവർ പ്രഷർ ഇടുമ്പോൾ ഏത് സിനിമ എടുത്ത് മാറ്റാൻ പറ്റുക? പുതുമുഖങ്ങളുടെ സിനിമ. അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കൽബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ 2 ദിവസം ഹൗസ്ഫുൾ ആവുമെന്ന് ചിന്തിക്കാൻ മാത്രം അത്ര വിവരമില്ലാത്തവരല്ല ഇവിടുത്തെ തിയേറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മാത്രം ബിൽഡ് ആവുന്ന ഒരു സിനിമയാണ്. 2 ദിവസം എടുക്കും. അപ്പൊ അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്ഷമ അവർ കാണിക്കണം. അതൊരു മെച്യൂരിറ്റി അല്ലേ, അതൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലേ. പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു, നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ബാനറാണ്, നല്ലൊരു സംവിധായകനാണ്. അത്രയും റിവ്യൂസ് നമ്മൾ ഇന്ന് യൂട്യൂബ് തുറന്ന് നോക്കിയാൽ അറിയാം. ദ പെർസെന്റേജ് ഓഫ് റിവ്യൂസ് 10 നല്ല റിവ്യൂസിന് 1 മോശം റിവ്യൂ ആണ് കൽപ്പിനുള്ളത്. അത് ഓബ്വിയസ്ലി അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. മിനിമം 20 എണ്ണം വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100 എണ്ണത്തിൽ 20 എണ്ണം മോശമാവണം. ഇത് 100 എണ്ണത്തിൽ 80 എണ്ണം നല്ല റിവ്യൂ ആണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കൽബ് കണ്ടിട്ട് മോശം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാള്
ഒരു റിവ്യൂ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ ഈ പരിപാടി നിർത്താം.